ആരോഗ്യരംഗത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കോവിഡിന്റെ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നുണ്ട്. കോവിഡിൽ കേരളം 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസ്ഥാനമാണ്. യഥാർത്ഥത്തിലുണ്ടായ മരണം 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. ആ സമയത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പർച്ചേസ് നടത്തി കോടികളുടെ അഴിമതി നടത്തി. CAG റിപ്പോർട്ടിൽ വന്ന കോടികളുടെ അഴിമതി ആ സമയത്ത് വരും. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം എന്താ? കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധികളൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് മോശമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി 2,000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. കാസ്പിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല. കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി, ശ്രുതി തരംഗം ഇല്ലാതായി. സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതി, ഹൃദയം പദ്ധതി ഇല്ലാതായി. A ടൈപ്പ് ഡയബറ്റീസ് രോഗികൾക്ക് പ്രത്യേകമായ കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി. നിരവധി ആനുകൂല്യങ്ങൾ ആരോഗ്യരംഗത്ത് ഇല്ലാതായി. സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. മരുന്നുണ്ടോ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കടക്കണിയില്ല, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. എന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ആദ്യത്തെ അഭ്യർത്ഥന, ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം കൊടുക്കണം. അത് കൊടുത്താൽ വിതരണക്കാര് മരുന്ന് സപ്ലൈ ചെയ്യും. സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടും. പൈസ ഉണ്ടെങ്കിൽ സപ്ലൈക്ക് കൊടുക്കാനുള്ള കോടികൾ നിങ്ങൾ കൊടുക്കണം. ആ കോടികൾ കൊടുത്താൽ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റംസ് വരും. 13 ഐറ്റം. ഒറ്റ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റം ഇല്ല. കാശ് അധികമാണ് കയ്യിലുള്ളതെങ്കിൽ സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തിട്ടില്ല, ശമ്പളം കൊടുത്തിട്ടില്ല. പൈസ കയ്യിലുണ്ടെങ്കിൽ ആശാവർക്കർമാരെ നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ 60,000 കോടി രൂപ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് DA കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ജലജീവൻ മിഷൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള ജലജീവൻ പദ്ധതി നിഷ്പ്രഭമായി. ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേന്ദ്ര സംസ്ഥാന ജോയിന്റ് സ്കീമാണ്. സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കുന്നില്ല. 5 നയാ പൈസ ഇല്ല. PWDയിലെ കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. ക്ഷേമനിധി ബോർഡുകൾ തകർന്നു. 2,500 കോടി രൂപ ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ എടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് 20 മാസമായി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധികൾ തകർച്ചയിലേക്ക് പോകുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അഴിമതി. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ 25 കൊല്ലത്തേക്ക് 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിൽ. ഉമ്മൻചാണ്ടി സർക്കാരും വാങ്ങിച്ചു, ഈ സർക്കാർ 7 കൊല്ലം വാങ്ങിച്ചു. 2 കൊല്ലം മുമ്പ് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറ് റദ്ദാക്കി. അഴിമതിയാണെന്ന്. 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്നതാണ് വൈദ്യുതി ആ കരാറ്. ഇപ്പൊ എത്രയ്ക്കാണ് മേടിക്കണമെന്നറിയാമോ? 8 രൂപ തൊട്ട് 12 രൂപ വരെ ഒരു യൂണിറ്റ് മേടിക്കുകയാണ്. 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന കരാറ് റദ്ദാക്കിയിട്ട് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ 8 രൂപ മുതൽ 12 രൂപ വരെ ചെലവാക്കും. ഒരു ദിവസത്തെ വൈദ്യുതി ബോർഡിന്റെ നഷ്ടം 20 കോടി രൂപയാണ്. ഈ 2 കൊല്ലമായിട്ട് 45,000 കോടി രൂപയുടെ നഷ്ടമാണ്. അതുകൊണ്ടാണ് ചാർജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. KSRTC തകരാറായി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, സപ്ലൈക്കോ വലിയ പ്രതിസന്ധിയിലാണ്. ഇനി കർഷകർ എന്തായിരുന്നു 250 രൂപയൊക്കെ റബ്ബറിനാക്കിയോ? നെല്ല് സംഭരണം പാളിയില്ലേ? ഞാൻ കോട്ടയത്ത് നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നാളികേര സംഭരണം എവിടെയെങ്കിലും ഉണ്ടോ? നെല്ല് സംഭരണം പാളി, നാളികേര സംഭരണം ഇല്ല. റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും 250 രൂപ. ഒന്നും കൊടുത്തില്ലല്ലോ. കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയാണ്. മലയോരത്ത് മുഴുവൻ കഷ്ടപ്പാടും ദുരിതവുമാണ്. ആളുകൾ ഭയത്തിലാണ്. വന്യജീവി ആക്രമണം തടയാൻ ചെറുവിരലനക്കിയില്ല. മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, എവിടെ നിങ്ങളുടെ തീരദേശ പാക്കേജ്? 5,000 കോടി രൂപ, 2,000 കോടി രൂപ, വേറൊരു 5,000 കോടി രൂപ, 12,000 കോടി രൂപയുടെ കണ്ട് പാക്കേജ് പ്രഖ്യാപിച്ചു. എത്ര രൂപ നിങ്ങൾ ചെലവാക്കി? എവിടെ നിങ്ങളുടെ ഇടുക്കി പാക്കേജ്? എവിടെ നിങ്ങളുടെ വയനാട് പാക്കേജ്? ഈ പാക്കേജുകളെല്ലാം പ്രഖ്യാപിച്ചത് ഒന്നും നടപ്പാക്കിയിട്ടില്ല. ഒരു രംഗത്തും നടപ്പാക്കിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കാർഷിക രംഗത്തും ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ വിലക്കയറ്റം തടയാനുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട സപ്ലൈകോ പോലും ചലിക്കാത്ത സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ ഇവർ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് സ്വയം പുകഴ്ത്തൽ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല.
നിങ്ങളുടെ വ്യാജ നിർമ്മിതികൾ, നിങ്ങളുടെ വ്യാജ നറേറ്റീവുകൾ, അതും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തകർന്നു വീഴുന്നതാണ് ഈ 4ാമത്തെ വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേന്ദ്ര മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്, നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക്, കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലാന്ന് ആരാ പറഞ്ഞത്? ഇവിടെ പക്ഷേ ഈ പണി തീർത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കൂടി റീലെടുത്ത് പോയവർ അത് പറഞ്ഞില്ല, ഇവരുടെയാണെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു റീല്? ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, സൂക്ഷ്മമായ പരിശോധന നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പൂർണ്ണമായി ഇപ്പൊ ആരുമില്ലല്ലോ, അന്വേഷിച്ചവരാരെയും കാണാനില്ലല്ലോ. ഇപ്പൊ അന്വേഷിച്ചവരൊക്കെ എവിടെ പോയി? ഇപ്പോ എന്തൊരു ക്രെഡിറ്റ് എടുക്കലായിരുന്നു, എന്തുമാത്രം ഫ്ലെക്സാണ് കേരളത്തിൽ വെച്ചത്. ദേശീയപാത ഇന്ത്യയിൽ മുഴുവൻ പണിയുന്നതാണ്, ഇന്ത്യയിലെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട്. സ്ഥലം എടുത്ത് കൊടുത്താൽ പണിയും. സ്ഥലം എടുത്ത് കൊടുക്കാൻ പറ്റായിരുന്ന സാഹചര്യം ഉണ്ടായി, ഇപ്പൊ സ്ഥലം എടുത്ത് കൊടുക്കാൻ പറ്റാവുന്ന സാഹചര്യം വന്നു. പിന്നെ ജയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. ഇത് ജയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തുമായിരുന്നു. ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, എറണാകുളത്ത് പ്രസംഗിച്ചാണ് ജയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെ തടഞ്ഞുകൊണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്. എൻ്റെ പ്രസംഗം ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച ആൾ ഈ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു. എന്നിട്ട് ജയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കിയത് അന്ന് തുടങ്ങിയതാ. അന്ന് ഇതായിരുന്നു പണി, ഇതിനെല്ലാം പാര വയ്ക്കല്. ഞങ്ങൾ ഒറ്റ കാര്യത്തിൽ എതിർത്തിട്ടുള്ളത് കേരളയിൽ. ഇപ്പൊ മനസ്സിലായല്ലോ, കേരളയിൽ പണിതിരുന്നെങ്കിൽ പാരിസ്ഥിതിക ദുരന്തമായിരിക്കും കേരളയിലെന്ന് ഞങ്ങൾ പറഞ്ഞു. കേരളയിൽ അതിനെ എതിർത്തത്. സാമ്പത്തികമായും കേരളം തകർന്നു പോകും. ഒരു മര്യാദക്കുള്ള DPR പോലും ഇല്ലാതെയാണ് കേരളയിൽ പണിയാൻ വന്നത്. ഈ പദ്ധതിയുടെ പ്രശ്നം അതാ. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് പണിയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? അവരൊരു കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടേ? എവിടെയാണ് മണ്ണ് പരിശോധന നടത്തിയിട്ടുള്ളത്? കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്താണ്? ഞങ്ങൾ ഇതിനു മുമ്പ് പരാതിയും പറഞ്ഞാണ്, പ്രസംഗിച്ചാണ് പരസ്യമായി. അശാസ്ത്രീയമാണ് നിർമ്മാണ പ്രവർത്തനം. എനിക്ക് പേടിയാണ് മഴ പെയ്യുമ്പോൾ. ഇപ്പൊ മഴ പെയ്തു തുടങ്ങി. എവിടെയെല്ലാമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു പഠനവും നടത്താതെ, ഒരു മര്യാദയ്ക്ക് ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനം പല സ്ഥലത്തും നടത്തി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ജില്ലകളിലും ആയില്ലേ വിള്ളൽ? അല്ലല്ലോ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് താങ്കൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ദേശീയപാത ശാസ്ത്രീയമായി നിർമ്മിക്കണം. ഞാൻ ചോദിക്കട്ടെ, MLA മന്ത്രിയൊന്നും അല്ലല്ലോ പാലം ഉണ്ടാക്കുന്നതും റോഡ് പണിയുന്നതും. എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ട് വേണം. അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, വേണ്ടേ? ഓരോ സ്ഥലത്തുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആളുകളെ ബാധിക്കുന്നത്. അത് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകണം. ഒന്നും ചെയ്തില്ല. അവര് തോന്നിയതുപോലെ, ഇത് വടക്കേ ഇന്ത്യയിൽ പണിയുന്നത് പോലെയല്ലല്ലോ. സ്ഥലമില്ലാത്ത സ്ഥലങ്ങളാണ്. ഓരോ ജംഗ്ഷനിലും ആൾത്തിരക്കും കുരുക്കുമാണ്. കേരളത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. മണ്ണിന്റെ ഘടനയിൽ മാറ്റമുണ്ട്. അതൊന്നും ഇല്ലാതെ ചെയ്തു. അത് തന്നെ പ്രശ്നം.